അപ്പോൾ നമ്മൾ രാത്രി സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ രാത്രി ഈ മീനൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല. നമ്മൾ പച്ചയായിട്ട് തന്നെ ഇതിനെ ക്ലീൻ ചെയ്ത് ഉള്ളിമുളക് വയ്ക്കാൻ പോവുകയാണ്. കണ്ടല്ലോ മീനിന്റെ ഫ്രഷ്നെസ് കാണിച്ചു കൊടുത്തേ. കണ്ടല്ലോ, ഇതെല്ലാം മീൻ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യം ഇതിന്റെ ചെതമ്പലൊക്കെ നമുക്കൊന്ന് മാറ്റാം. അപ്പൊ നമ്മൾ വാങ്ങിച്ച ചാളമീനെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇതിന്റെ തലയൊന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല. നിങ്ങളും കട്ട് ചെയ്ത് കളയണ്ട, കാരണം തലയിലാണ് ഏറ്റവും കൂടുതൽ സത്തുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിന്റെ കുടലോ അതുപോലെ പൂവോ മാത്രം നിങ്ങളെടുത്ത് മാറ്റിയാൽ. അപ്പൊ നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. നമ്മൾ കഴുകി മാറ്റാൻ പോവുകയാണ്. 3-4 വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി കേട്ടോ. 3-4 വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി. എന്നാൽ നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഒരുപാട് മീൻ മുട്ടയും അതുപോലെ നെയ്യും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കണ്ട, ഇതുപോലെ നെയ്യൊക്കെ ഒരുപാടുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ അതായത് മീൻ മുട്ടയെന്ന് പറയും. അത് ഞാൻ കാണിച്ചു തരാം. കണ്ട, നിറയെ മീൻ മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ തല ഒന്നും കട്ട് ചെയ്യില്ലേ, കാരണം തലയിലാണ് ഏറ്റവും കൂടുതൽ സത്തുള്ളത് കേട്ടോ. അപ്പം നമ്മളിനി എല്ലാ മീനും കഴുകി മാറ്റിയതിന് ശേഷം നമ്മളിനി പുളിയും മുളകും വെച്ച് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരും കേട്ടോ. അപ്പം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാളമീൻ ഇതൊക്കെ റെയറായിട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതൊക്കെ റെയർ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. നമ്മുടെ വിഴിഞ്ഞത്ത് തന്നെ വന്നിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. മത്തിയൊക്കെ പല രീതിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നെയ്ച്ചാള, പേച്ചാള എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ ബല്ലുടെ അവിടെ പോവുക. രാത്രി 7 മണി സമയം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ കുട്ടയ്ക്കൊക്കെ 3500, 4000 വരെയൊക്കെ പോയ അവസ്ഥകളുണ്ടായിരുന്നു. എല്ലാ സമയവും ഒരേ വിലയായിരിക്കത്തില്ല. അപ്പോൾ വിലയൊക്കെ ആൾക്കാരുടെ ആ ഒരു വരവനുസരിച്ചായിരിക്കും വില കൂടുന്നതും വില കുറയുന്നതൊക്കെ കേട്ടോ. നമ്മൾ ഉള്ളി മുളക് വയ്ക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ. ചെറിയ ഉള്ളി, പച്ചമുളക്, കറുകപ്പില, ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാമേ നമ്മൾ മിക്സിയിലിട്ട് ഒരു അടി അടിച്ചെടുക്കണം. കൂടുതലൊന്നും പേസ്റ്റ് ഒന്നും ആകാൻ പാടില്ല. ഒരു മീഡിയം രീതിക്ക് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരടി അടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 2-3 അടിയൊക്കെ അടിക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കാത്ത രീതിക്ക് നിങ്ങൾ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചാളമീനിലെ നമ്മുടെ മസാലയൊക്കെ തട്ടാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട, നമുക്ക് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇത്